BJP എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നൊരു വാശിയോട് കൂടിയുള്ള വോട്ടിംഗ് പാറ്റേൺ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല തിരുവനന്തപുരം NDAക്ക് കിട്ടുമെന്ന്. ആ സർവേകളെല്ലാം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റൂ. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. പന്തളം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർക്ക് മുന്നേറ്റമുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷേ NDA തന്നെ വിചാരിക്കാത്ത വിധം തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടിരിക്കുകയാണ് NDA ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല നിലമ്പൂരിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ സാന്നിധ്യം എന്ന് പറയുന്നത് അവിടെ UDFന്റെയോ അല്ലെങ്കിൽ LDFന്റെയോ കോട്ടയായ സ്ഥലങ്ങളിലേക്ക് ആദ്യമായിട്ട് NDAന്റെ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് NDA. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട്ടും സാന്നിധ്യം അറിയുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിയായിട്ട് കേരളം മുഴുവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ NDA ആധിപത്യം മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, പഞ്ചായത്തുകൾ ആ കാര്യങ്ങളിലെല്ലാം NDA മുന്നേറ്റം നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവരുടെ സാന്നിധ്യം കൂടുതലാണ്, അവരുടെ ശതമാനവും കൂടുതലാണ്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡുകൾ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.